സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജിൻഡോനെ ഞൊട്ടാൻ നിന്ന മൂന്നാമത്തെ ആളും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാം. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സിജോ പുറത്തിറങ്ങിയപ്പോൾ ജിൻഡോനെ നോക്കിയപ്പോൾ ശരിക്കും കണ്ണ് തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ജിൻഡോ 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 മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് സിജോൻ്റെ ഗെയിമിന് വേണ്ടി കാത്തിരുന്നവരൊക്കെ ഇപ്പം ജിൻഡോൻ്റെ ഫാനാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ്. ഇവരുടെ ഗെയിമെല്ലാം നമ്മളെ ബിഗ് ബോസ് ഏട്ടൻ കാണുന്നുണ്ടായിരുന്നു. ഇവരുടെ പെട്ടീൻ്റെ മുകളിലുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ ജിൻഡോൻ്റെ മേലെയുള്ള ചർച്ചകൾ, ഇതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾ. പക്ഷേ ഇവരെല്ലാവരും ചേർന്നിട്ട് ഇവർ ടോയ്ലറ്റിലോ എവിടെയോ പോയപ്പോഴാണ് സായി പെട്ടിയെടുത്ത് ഓടിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവരാരും കണ്ടില്ല. ബിഗ് ബോസ് പോലും കണ്ടില്ല എന്നുള്ളതാണ്. ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞു പെട്ടി കാണുന്നില്ല. കുറച്ച് നോക്കുമ്പോൾ റീവൈൻഡ് അടിക്ക് ക്യാമറ റീവൈൻഡ് അടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ടെക്നീഷ്യന്മാരും മറ്റേവരെല്ലാം വന്ന് ക്യാമറ റീവൈൻഡ് അടിച്ച് നോക്കുമ്പോൾ സായി കൃഷ്ണൻ പോയിട്ട് മറ്റേ ഈ ആപ്പിളും തിന്നുകൊണ്ട് പോയിട്ട് പെട്ടിയെടുത്ത് ഓടാൻ വേണ്ടി നോക്കലാണ്. അങ്ങനെയാണ് ഇവർ പെട്ടി പോയി എന്നുള്ള കാര്യം പിടികിട്ടിയത്. അതായത് ബിഗ് ബോസ് വിചാരിച്ചത് എന്താ അറിയുക, ഇവന്മാർ ഇത്ര പെട്ടെന്ന് ഇത് എടുക്കൂല. ഇനി നാളെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവളോട്, അതായത് നമ്മളെ നാദിറ എടുക്കാൻ നോക്കുമ്പോൾ പറഞ്ഞു, നാദിറ ഇന്ന് എടുക്കണ്ട, നാളെ എടുത്തോളൂ, ചിലപ്പോൾ ഇതിലും കൂടുതൽ വരുന്നു. അപ്പോൾ 2 ദിവസം അവർക്ക് ഇതുകൊണ്ട് ഓടിക്കാലോ. അങ്ങനെ ഈ പെട്ടി ഇത്ര പെട്ടെന്ന് കൊണ്ടുപോകുന്നു തീരെ ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ സായി എടുക്കുന്ന ഇവർക്കറിയാം. പക്ഷേ സായി ഇത്ര പെട്ടെന്ന് എടുക്കുന്ന അറിയില്ലായിരുന്നു. അങ്ങനെ ഏതായാലും ഇവർ ധൈര്യപൂർവ്വം അങ്ങനെ നിന്ന് അങ്ങനെ ബിഗ് ബോസിൻ്റെ ആ ഒരു വലിയൊരു പ്ലാന് പൊളിച്ചത് സായിയാണ്. ആ സായിയോടുള്ള ദേഷ്യമാണിന്ന് അവിടെ അത് നന്ദനക്ക് കിട്ടിയിരിക്കുന്നതും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ സിജോന് കിട്ടിയിരിക്കുന്നത്. നന്ദന അതിൽ മുന്നേ പോയതല്ലേ. സിജോന് കിട്ടിയിരിക്കുന്നത് ഈ സായിയോടുള്ള ദേഷ്യമാണ്. അതായത് ഈ പെട്ടിയെടുത്ത് സായി പോയത്, സായിക്ക് 5 ലക്ഷം രൂപയും കിട്ടി, അതുപോലെ തന്നെ അവിടെ നിന്ന ദിവസത്തെ പൈസയും കിട്ടി. ഇനി അടുത്ത ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സിജോനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ജിൻഡോ അവിടെ വിളിച്ചു പറയുകയും ചെയ്തു. ജിൻഡോ പറഞ്ഞു സായി ഇവിടുന്ന് പുറത്തു പോയിട്ട് എന്തോ ചെയ്യാൻ പോകുകയാണ് എന്ന് 2-3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ബിഗ് ബോസിന് തോന്നി, എന്നാൽ ഇവന്മാർ ഒരു കളി അങ്ങ് കളിക്കുന്നത് നമുക്ക് കാണണം. അതായത് ബിഗ് ബോസിനെ മൂഞ്ചിച്ചുകൊണ്ട് ഇവിടെ ഒരുത്തനും ഇവിടെ നന്നാവൂല എന്നുള്ള കളി ബിഗ് ബോസും കളിച്ചു. അങ്ങനെയാണ് ഈ സിജോനെ പിടിച്ചിട്ട് ഇന്ന് പുറത്തിട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർപോർട്ട് മുതൽ ഈ പിന്നെ സിജോൻ്റെ ആൾക്കാരും ആർമിക്കാരും എല്ലാവരും സായിയും എല്ലാവരും ചേർന്നിട്ട് ജിൻഡോനെ ജയിപ്പിക്കേണ്ട യോഗമായിരുന്നു ഇന്ന് സിജോന എങ്ങനെ നമുക്ക് ജയിപ്പിക്കണം, എവിടെയൊക്കെ വോട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് തീ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യോഗമാണ്. അപ്പോഴാണ് നമ്മുടെ മറ്റേ അൻഷീഫ് മൂൺലൈറ്റിൻ്റെ വീഡിയോ വരുന്നത്. സിജോ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അൻഷീഫ് മൂൺലൈറ്റിൻ്റെ വീഡിയോ അങ്ങ് വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 പേർക്കാണ് നെഞ്ഞുവേന വന്നതെന്നാണ് പറയുന്നത്. 4 പേർക്ക് നെഞ്ഞുവേന വന്നു. അവർ വീണ്ടും ചാനലുകൾ മാറ്റി സമ്മർ മീഡിയ നോക്കുന്നു, ആ ചാനലിൽ നോക്കുന്നു, ഇത് നോക്കുന്നു. രേവതീൻ്റെ ചാനലിലും കൂടി വന്നപ്പോൾ 12:30 മണിയോട് കൂടിയിട്ട് ഇവരുടെ കിളി മൊത്തം പോയി എന്നുള്ളതാണ്. ആകെ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകമൂകമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് സിജോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ എടുത്തിട്ട് പോയി എന്ന് ജിൻഡോ പറയുന്നു. അവിടെയാണെങ്കിൽ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത് സിജോൻ്റെ ആർമിക്കാരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള യോഗവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ സിജോ പുറത്ത് എന്നുള്ള വാർത്ത കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കാറ്റ് പോയ ബലൂണ് പോലെയായി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായി അപ്പോൾ ഈ സിജോ എന്ന് പറയുന്നവന് പറ്റിയ പറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏഷ്യാനെറ്റ് തന്നെ പണി കൊടുത്തിയാന്ന്. ഈ ഷോ തന്നെ ബിഗ് ബോസ് തന്നെയാണ് ഈ സിജോന് പണി കൊടുത്തിന്. അല്ലാതെ നിങ്ങൾ ഇനി ഇവിടെ കിടന്നിട്ട് അൺഫെയറാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇവർ ഏഷ്യാനെറ്റിനിട്ട് താങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് എന്ത് ചെയ്തു, ഏഷ്യാനെറ്റ് തിരിച്ചിട്ട് അങ്ങോട്ടും ഒരു പണിയങ്ങ് കൊടുത്തു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് സിജോ അവിടെ അടി വാങ്ങിച്ചവനാണ്, അടി വാങ്ങിച്ചതുകൊണ്ട് അവനെ 100 ദിവസം നിർത്തിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിന് പണി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതാണ് നോക്കേണ്ടത്. ഇപ്പോഴും എന്ന് പറഞ്ഞ് സായി 5 ലക്ഷം വാങ്ങിച്ച് പുറത്തു പോയിട്ട് ഈ സിജോന് വേണ്ടിയിട്ട് പിടിക്കുന്നു, അതുപോലെ തന്നെ ഈ ജിൻഡോനെ തോപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഏഷ്യാനെറ്റ് അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ സിജോനെ എടുത്തിട്ട് ഇന്ന് പുറത്തിട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത് മനസ്സിലാക്കണം നിങ്ങൾ. അല്ലെങ്കിൽ ഇവനെയൊന്നും പറഞ്ഞു കൊടുത്തൊന്നുമില്ല ഇന്നൊന്നും. കാരണം കുറച്ച് സഹതാപ തരംഗമുള്ളതുകൊണ്ട് അവിടെ നിർത്തൂ.
അടി വാങ്ങിച്ചതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിർത്തൂ. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് വലിയ കേസിന് പോകണം, ആടെ പോകണം, ഇവിടെ പോകണം. അതൊന്നും നടക്കൂല. പക്ഷേ ഒരു കാര്യവും നടക്കൂല. എന്താ കാരണം എന്നറിയാം? ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഞാണിന്മേൽ കളിയാണ്. നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് ഇവിടെ വലിയ ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കും. ആ ടാസ്ക് നമ്മൾ ജീവൻ പണയം വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടാസ്കിലൊന്നും ഒരു കാര്യവും കിടക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അതാണ് പറയുന്നത്. അങ്ങനെ കഴിയുമെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ നടുവും പുറവും വേദനയൊന്നും ആക്കിയിട്ടൊന്നും നമ്മൾ ഒരു ടാസ്കും കളിക്കണമെന്ന് അവരാരും പറയുന്നില്ല. അതുപോലെ നിങ്ങൾ മറ്റവൻ്റെ തരത്തിൽ നിന്ന് അടി മേടിക്കണമെന്നും ആരും പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കണം, 2 കോടി കിട്ടും, 3 കോടി കിട്ടും. വെറുതെ എന്തിനാ ഇങ്ങനെയെല്ലാം പറയുന്നത്? അതൊന്നും കിട്ടാനേ പോകുന്നില്ല. ഇപ്പോഴും സിജോന് പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി കൃഷ്ണൻ്റെ കൂടെ കൂടി 5 ലക്ഷം എടുത്ത് പോയി. സിജോനോട് ചെവിയിൽ പറഞ്ഞു. കെട്ടിപ്പിടിച്ചിട്ടില്ലാന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കെട്ടിപ്പിടിച്ചിട്ട് ആ മറ്റേ ഇതിൻ്റെ അകത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഏടാന്നറിയാം, മറ്റേ എന്നാ പറയേണ്ടത്, ചെവിയിലെന്തോ പറയുന്നുണ്ടായിരുന്നു. ആ ചെവിയിൽ പറഞ്ഞ കാര്യം ഇതാണ്: നീ ഇവിടുന്ന് കളിക്കുക, പുറത്ത് ഞാനുണ്ട് എന്ന്. ബിഗ് ബോസ് ഇത് കേട്ടില്ലേ? ബിഗ് ബോസ് മണ്ടനാണോ? ബിഗ് ബോസ് പൊട്ടനാണോ? ബിഗ് ബോസിനെ കളി പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇല്ലേ തലയിൽ കയറിയിരുന്ന് കളിക്കും ബിഗ് ബോസ്. അതാണ് ബിഗ് ബോസ്. ഇവന്മാർക്ക് അറിയില്ല ബിഗ് ബോസ് ആരാണെന്ന്. ഇത്രയും കാലം റിവ്യൂ പറഞ്ഞ് സായിക്ക് പോലും മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് ആരാണെന്ന്. ബിഗ് ബോസിനെ കളി പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് അതൊക്കെ മേലെ കളിക്കും. മനസ്സിലാക്കണം നിങ്ങൾ. നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നയാൾ ബിഗ് ബോസിൻ്റെ സീമന്തപുത്രനാ. എന്തുകൊണ്ടാ? ബിഗ് ബോസിനെതിരെ ജിൻഡോ ഒരു കാര്യവും പറയില്ല, ബിഗ് ബോസിനെ ചോദ്യം ചെയ്യൂല. ബിഗ് ബോസിനെ അത്രയും വലിയ ബഹുമാനത്തോട് കൂടിയിട്ടാണ് ജിൻഡോ കാണുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതാണ് ബിഗ് ബോസുമായിട്ടുള്ള ബന്ധം. അപ്പം ഇവനെന്ത് ചെയ്തു? ഇവന്മാർ വിചാരിച്ചു നമ്മളാണ് ഏറ്റവും വലുത്, നമ്മൾ ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ. 5 ലക്ഷം, ഇനി അടുത്ത 50 ലക്ഷവും കപ്പും കൂടി സിജോ കിങ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ നാക്കാന്ന് വിചാരിച്ച്. പക്ഷേ അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നയാൾ വലിയൊരു കളിയങ്ങ് കളിച്ചാൽ ഇന്ന് കണ്ടത് നമ്മൾ. അല്ലെങ്കിൽ ഒരു ഇതും നടക്കൂല. നിങ്ങൾ പറയുന്നത് പോലെ ശ്രീതുവോ ആരെങ്കിലും അവിടെ ഔട്ട് ആയിക്കോളുവിനും. ഒരിക്കലും സിജോനെ അവർ ഔട്ട് ആക്കൂല. സിജോനോടൊരു പ്രത്യേക സ്നേഹം അവർക്കുണ്ട്. പക്ഷെ ഇമാതിരി തോന്നിയവാസം കളിച്ചുകൊണ്ടാണ് സിജോ ഇന്ന് പുറത്തു പോകേണ്ടി വന്നത് എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. മനസ്സിലാക്കണം നിങ്ങൾ. അതാണ് ബിഗ് ബോസ്, അതാണ് ബിഗ് ബോസ്. മനസ്സിലായ? അല്ലാതെ വേറെ ഒന്നുമല്ല. 5ാം സ്ഥാനത്തെങ്കിൽ ഇവന് എത്തിക്കുമായിരുന്നു, ഉറപ്പായിട്ട് എത്തിക്കുമായിരുന്നു. ബിഗ് ബോസ് എത്തിക്കുമായിരുന്നു. പക്ഷേ സായി അന്ന് കളിച്ച ഒരു കളിയും ഇവരുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇവരൊരു ചർച്ചയും, അതിലെത്ര പേരാണ് എക്സ്പോസായി പോയത് ആലോചിച്ച് നോക്കണം. അതിൻ്റെ അകത്ത് നന്ദന പോയി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര പോയി. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുത്തിട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഈ നന്ദനക്കായി കഴിഞ്ഞാലും ഈ അപ്സരക്കായി കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു സീരിയലിൽ പോലും ചാൻസ് കിട്ടത്തില്ല എന്ന് എനിക്ക് പറയണം. എന്നാൽ കാരണം എന്നറിയാം, അതായത് ബിഗ് ബോസ് എന്ന് പോയവർ പിന്നെ വെറുതെ വേസ്റ്റായിട്ട് വീട്ടിലിരിക്കലാ. ഇപ്പോൾ റെനീഷ കണ്ടില്ലേ എത്ര സീരിയലിൽ അഭിനയിച്ചാണ്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഒരു പരിപാടിയില്ല, ഒരു പ്രോഗ്രാമും ഇല്ല. അങ്ങനെ ഒരുപാട് പേര് തേഞ്ഞൊട്ടിയവരെ കഥ ഞാൻ ഒരു എപ്പിസോഡ് അങ്ങനെ ഇറക്കുന്നുണ്ട്. ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തേഞ്ഞൊട്ടിയവരെ കഥ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിച്ച് കാണുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ആരും പോകരുതട്ടാ. നന്ദി, നമസ്കാരം. നമ്മുടെ ജിൻഡോന നമുക്ക് അങ്ങ് കയറ്റി വിടണം. ബൈ ബൈ.